ഐഡിയസ് നമ്മൾ വീണ്ടും ആ ഒരു ക്വസ്റ്റ്യനായിട്ടുള്ള ആൻസറായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിച്ചു പോയതൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതിൽ നമ്മൾ ആൻസർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ചോദിച്ചേക്കുന്നത് നമുക്ക് റെലവൻ്റ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് പറയാം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എടുത്താൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് വിഷ്ണുപ്രസാദ് ചോദിച്ചേക്കുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് ഇപ്പോഴേ എടുത്തു വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. ഈ ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ കോപ്പി ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ പറയുമെന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഈ ചില ഗവൺമെൻറ് കോളേജുകളാണ് കഴിഞ്ഞ വർഷം ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ സർട്ടിഫിക്കറ്റുകൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അറിയില്ല അവരെന്തായിരിക്കും ഇനി പറയുക. കോപ്പി കൊണ്ടുവല്ലുമ്പോൾ ചിലപ്പോൾ അറ്റസ്റ്റ് ചെയ്യാൻ പറയൂല, ചിലപ്പോൾ സെൽഫ് അറ്റസ്റ്റഡ് എന്നായിരിക്കും പറയുക. ഇനി ഇങ്ങനെ ഒരു കാര്യം പറയുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴേ പറയാനായിട്ട് പറ്റില്ല. ഇത് ചിലതെന്താ പറ്റണേന്നറിയോ, ഇവർ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ലിസ്റ്റ് തന്നെ എടുത്തിടും. അപ്പോൾ അതിൽ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയെന്നുള്ളത്. പിന്നെ അത് വിളിച്ചു ചോദിച്ച് കൺഫേം ചെയ്യേണ്ട ആവശ്യമൊക്കെ വരും. അതാണ് പ്രശ്നം വരുന്നത്. 2022 ചിലപ്പോൾ ലിസ്റ്റ് തന്നെയായിരിക്കും അവർ ഇടുന്നത്. അപ്പോൾ ആ ലിസ്റ്റിൽ അന്നൊക്കെയാന്ന് പറഞ്ഞാൽ 22 21 ഒക്കെ ഗസ്റ്റഡ് ഓഫീസർ വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നിർബന്ധമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അവരെന്താ പറയുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഇതിൽ കുറേ കാര്യങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. നമ്മളതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്, അതൊന്നും വീണ്ടും പറയുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അഡ്മിഷൻ ടൈമിൽ പാരൻറ്റ് കൂടെ വേണമെന്നുള്ളതാണ് ചോദിച്ചേക്കണേ. നമ്മളെക്കാട്ടി പാരൻസിന് ഇനി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കൊരു മൂത്ത ഒരു ബ്രദറോ സിസ്റ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഗാർഡിയൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ കസിൻസ് ആരെങ്കിലും കൊണ്ടാവുന്നതാണ്. പക്ഷേ നമ്മളെക്കാട്ടി മൂത്തതായിരിക്കണം. പാരൻസ് ഉണ്ടെങ്കിൽ അതാണ്. മറ്റുള്ളവർക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം, അങ്ങനെ ട്രാവൽ ചെയ്യാൻ കുഴപ്പമോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് വേറെ ആൾ. എന്തായാലും നമ്മളുടെ കൂടെ ഒരു മുതിർന്ന ഒരാളും കൂടി എപ്പോഴും അഡ്മിഷൻ്റെ സമയത്ത് അവർ പറയാറുണ്ട് കേട്ടോ. ഇനി ഈ ലാസ്റ്റ് റാങ്ക് ജനറൽ ആക്കിയതിൻ്റെ റീസൺ ഒന്ന് പറയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ പറഞ്ഞതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ വീണ്ടും പറയാത്തത് കേട്ടോ. നമുക്ക് ടൈമില്ല, നിങ്ങൾക്കും എന്നുവെച്ചാൽ റെഗുലറായിട്ട് കാണുന്നവർക്കും ടൈം ഉണ്ടാവില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കും ബോറടിക്കും. ഇത് എപ്പോഴും ആവർത്തിക്കുന്നല്ലോ എന്ന് ചില കമൻസ് നമ്മളത് കാണാറുമുണ്ട്. ഓക്കെ, അഡ്മിറ്റ് കാർഡ് മിസ്സായി, അത് നിർബന്ധമാണോ എന്നാണ് ചോദിച്ചേക്കണത്. എനിക്ക് തോന്നുന്നു കീമിൽ അഡ്മിറ്റ് കാർഡ് ചോദിക്കുന്നില്ല അല്ലേ. ക്യുസാറ്റിൻ്റെയാണ് അഡ്മിറ്റ് കാർഡ് ചോദിക്കുന്നത്. ക്യുസാറ്റ് അഡ്മിറ്റ് കാർഡ് മിസ്സായെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ലേ, അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട്, അത് മതിയാവും കേട്ടോ. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധം ഉണ്ടോയെന്ന് ചിത്ര ചോദിച്ചിട്ടുണ്ട്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പറയുന്നത് MBBSൻ്റെ അഡ്മിഷനാണ്. ലൈക്ക് അതായത് നമുക്ക് നമ്മൾ ബോഡിയൊക്കെ ഇത് ചെയ്യാനായിട്ട് നമ്മൾ തിയേറ്ററിലൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് ഇൻഫെക്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വരുന്നത്. എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ ഒന്നും ഫാർമസിക്കോ ഒന്നും ഈ വാക്സിൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല. MBBSൻ്റെ അല്ലെങ്കിൽ മെഡിക്കൽ അലോട്ട്മെൻറ്റുകളിൽ MBBSനാണ് മെയിനായിട്ട് പറയുന്നത് കേട്ടോ. MBBS BDS ഒക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ബാക്കി ആർക്കും ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വാലിഡിറ്റി ഒന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല കേട്ടോ. എനിക്ക് അതിൻ്റെ ഇതില്ല. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ PDF മോഡൽ അയച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രോസ്പെക്ടസിലുണ്ട് കേട്ടോ. പ്രോസ്പെക്ടസിൽ നമ്മൾ ലോഗിൻ ചെയ്യൂലേ, അവിടെ തന്നെ ആദ്യം തന്നെ പ്രോസ്പെക്ടസാണ് കിടക്കുന്നത്. അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോമാറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ചുമ്മാ ഗൂഗിളിൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്താലും അത് വരും. പിന്നെ ചില ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ അവരുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതായാലും കുഴപ്പമൊന്നുമില്ല. അതായത് അതിൻ്റെ ഫോം അവരുടെ കയ്യിലുണ്ടാവും. പക്ഷെ നമുക്കത് ഉറപ്പുണ്ടോയെന്ന് അറിയില്ലല്ലോ. നമ്മൾ കുറേ ക്യൂ ഒക്കെ നിന്ന് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് പാടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് കീമിൻ്റെ പ്രോസ്പെക്ടസിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ പറയുന്നത് കേട്ടോ, പോകാൻ പറയുന്നത്. കോളേജിൻ്റെ വെബ്സൈറ്റ് എവിടെ ഉണ്ടാവാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. ആ കോളേജിൻ്റെ പേരൊന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഏത് കോളേജാണ്, ഇപ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രം ആണെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കുക. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇടുക്കി ആണെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കുക. ഏതാണോ നിങ്ങളുടെ കോളേജ് അത് ഗൂഗിൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വെബ്സൈറ്റ് തന്നെ എത്തണം കേട്ടോ. അത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിലപ്പോൾ 2 സൈഡിലായിട്ട് 3 ബാർ ഇങ്ങനെ കട്ടകൾ പോലെ കിടക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് ഓരോ കാര്യങ്ങൾ ഇന്നതെന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അതിൽ അഡ്മിഷൻ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അഡ്മിഷൻ 2024 എന്തെങ്കിലും പറഞ്ഞിട്ട് അതിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാം കേട്ടോ.
ഇവിടെ ഒരു ഡൗട്ട്, 500 രൂപ ആയിരുന്നു ടോക്കൺ ഫീസ്. ഞാൻ SC ആണ്, അപ്പോൾ ഞാൻ ഫീസ് അടക്കണമെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അതായത് SC കാറ്റഗറിക്ക് വേറെ കൂടുതലായിട്ട് അങ്ങനെ ഫീസൊന്നും അഡ്മിഷൻ്റെ സമയത്ത് വരാറില്ല. എന്നാലും ഒരു 2000 രൂപയെങ്കിലും നിങ്ങൾ കയ്യിൽ പിടിച്ചോ കേട്ടോ. ചിലപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ PTA ഫണ്ട് നിർബന്ധമായിട്ട് അവർ ചോദിക്കാറുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ PTA ഫണ്ട് അങ്ങനെ വാങ്ങൂല. അപ്പോൾ SC കാറ്റഗറി ആണെങ്കിലും ഒരു കുറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ എടുക്കാനൊരു 2000-3000 ഒക്കെ ഉണ്ടെങ്കിൽ അത് കയ്യിൽ കരുതായി എന്നതായിരിക്കും നല്ലത് കേട്ടോ. അത് കോളേജിൻ്റെ വെബ്സൈറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫീസ് സ്ട്രക്ചർ ഇടും എന്നുള്ളത്. അപ്പോൾ SC കാറ്റഗറി അല്ലെങ്കിൽ ST കാറ്റഗറി അല്ലെങ്കിൽ ഫീ കൺസെഷൻ ഉള്ളവരുടെ ഒരു എമൗണ്ടും കൂടി അവർ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഏത് രീതിയാണോ പറഞ്ഞേക്കണം ആ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ക്യാഷ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ GPay ഒക്കെ വഴിയാണെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. പാസിംഗ് സർട്ടിഫിക്കറ്റ് CBSEക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ അറിവിൽ. CBSEക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതിലിപ്പോൾ നിലവിലിപ്പോൾ വന്നേക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചോദിക്കല്ലേ കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ പ്ലസ്. താങ്ക് യു.